ഹായ് ഗൈസ്. അപ്പോൾ ഹെഡ് പോർഷനിൽ യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി HTML ലുള്ള ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ HTML ലേഔട്ട്, ഡോക്യുമെന്റിന്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലേഔട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു വീടിന്റെ പ്ലാനിനെയാണ് ബേസിക്കലി ലേഔട്ട് എന്ന് വിളിക്കുന്നത്. ആ പ്ലാനിൽ വ്യത്യസ്തമായിട്ട് റൂമുകളായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ റൂമിന്റെ ഉള്ളിൽ ബാത്റൂംസ് ഉണ്ടാവാം. അതേപോലെ റൂംസ് കൂടാതെ കിച്ചൺ, ഡൈനിങ് ഹാൾ, അങ്ങനെ പല പല പോർഷൻസ് ഒരു വീട്ടിലുണ്ടാവും. അതേപോലെ എൻ്റയർലി ഒരു വീടിനെ സെപ്പറേറ്റ് ചെയ്ത് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ തിരിച്ചിട്ടുണ്ടാവല്ലോ. ഇങ്ങനെ തിരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ ലേഔട്ട് എന്ന് പറയാം. ഇനി ഒരു വെബ് പേജിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ, ഒരു മിനിമം ഒരു സിമ്പിൾ വെബ്സൈറ്റിന്റെ ഒരു ലേഔട്ട് എങ്ങനെ വരിക? ഫസ്റ്റ് ഒരു ഹെഡർ പോർഷൻ വരും, പിന്നെ ഒരു കോണ്ടന്റ്, ഒരു സെക്ഷൻ, ഒരു കോണ്ടന്റ് വരുന്ന ആ വെബ്സൈറ്റിന്റെ ബേസ് കോണ്ടന്റ് വരുന്ന പോർഷൻ വരും, പിന്നെ ഫൂട്ടർ. ഇത്രയും പോർഷനാണ് മിനിമം ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മെജോറിറ്റി ചിലപ്പോൾ നിങ്ങൾ കോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയുന്നുണ്ടാവും, HTML ഡോക്യുമെന്റ് ഫോർമാറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടാഗ് div എന്നുള്ള ടാഗാണ്. അല്ലാതെ നെയിംഡ് ആയിട്ട് വേറെ വേറെ ടാഗ്സ് അധികം ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. div എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ടാണ് എല്ലാവരും എല്ലാം അച്ചീവ് ചെയ്യാറ്. അപ്പോൾ അതല്ലാതെ നിങ്ങൾ ഈ ഒരു നെയിംഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് കേസ്, ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്റിന്റെ കോഡ് നിങ്ങൾ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇതിന്റെ ഹെഡർ പോർഷൻ ഇതാണ്, ഇതിന്റെ സെക്ഷൻ കോണ്ടന്റ് വരുന്ന പോർഷൻ ഇതാണ്, ഫൂട്ടർ ഇതാണെന്നുള്ളത്. സോ ഈ നെയിംഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗ് യൂസ് ചെയ്യുന്നുള്ള ഫസ്റ്റ് ബെനിഫിറ്റ് തന്നെയാണ് കോഡിന്റെ റീഡബിലിറ്റി കൂടുന്നുള്ളതാണ്. കോഡ് ചെയ്യാൻ അറിയാത്ത ആൾക്ക് പോലും ആ കോഡ് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇതിന് എന്താണ് ഇതിന്റെ മീനിങ്, എന്താണ് ഇതിന്റെ റീസൺ, ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്നുള്ളത് കറക്റ്റായിട്ട് അയാൾക്ക് മനസ്സിലാവുന്നതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വെബ്സൈറ്റ്സ് സെർച്ച് എഞ്ചിൻസ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിന്റെ ക്രൗളേഴ്സ് ഓരോ വെബ്സൈറ്റും സ്കാൻ ചെയ്തിട്ട് അതിൽ നിന്ന് കോണ്ടന്റ് കിട്ടുന്ന ബേസിസിലാണ് ഒരാൾ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റ് അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ക്രൗളേഴ്സ് വെബ്സൈറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെഡർ എന്നുള്ള ടാഗ് കാണുമ്പോൾ അതിന് കാറ്റഗറൈസ് ചെയ്യാൻ, ഇതാണ് ഈ വെബ്സൈറ്റിന്റെ ഹെഡർ, ഈ സെക്ഷൻ എന്നുള്ള പോർഷനിലാണ് ഇതിന്റെ കോണ്ടന്റ് ഉണ്ടാവുന്നത്, ഫൂട്ടർ എന്നുള്ളത് പോർഷനിലാണ് ഫൂട്ടർ ഉള്ളത്. പെട്ടെന്ന് കാറ്റഗറൈസ് ചെയ്ത് പെട്ടെന്ന് കോണ്ടന്റ് ഫിൽട്ടർ ചെയ്ത് സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കും എന്നുള്ളതാണ് ഈ ടാഗുകൾ. അപ്പോൾ കുറച്ചും കൂടി നിങ്ങളെ വെബ്സൈറ്റ് പെട്ടെന്ന് ലിസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഈ ടാഗുകൾ സഹായിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഈ ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ. അപ്പൊ ഞാൻ കാണിച്ച പോലെ തന്നെ ഹെഡർ, സെക്ഷൻ, ഫൂട്ടർ, div, nav പോലത്തെ ടാഗുകളാണ് ഫസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ്. ഈ div ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് കറണ്ട് ടൈമിൽ ഏറ്റവും കൂടുതൽ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗാണ് div. നിങ്ങൾ വെബ്സൈറ്റ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ടാവുക div എന്നുള്ള ടാഗ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ടാഗ് aside എന്നുള്ള ഒരു സൈഡിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്നതാണ് aside എന്നുള്ള ടാഗ്. ഇത് സെക്ഷൻസ്, വെബ്സൈറ്റിലുള്ള ഡിഫറെന്റ് സെക്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെഷൻ എന്നുള്ള ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്കിൾ, അങ്ങനെ കുറേ ടാഗ്സ്, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന് താല്പര്യം, എല്ലാ ടാഗും എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് ചെക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്നുള്ളത് കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. പിന്നീട് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും ആർട്ടിക്കിൾ എന്നുള്ളൊരു ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗ് ഉണ്ട്, അത് യൂസ് ചെയ്യാം ഡിവിന് പകരം. അപ്പോൾ അത് നിങ്ങളെ വെബ്സൈറ്റിന്റെ SEO ഇംപ്രവൈസ് ചെയ്യാൻ ഒന്നുകൂടി നിങ്ങളെ സഹായിക്കും. സോ ഇത്രയാണ് ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ് ടാഗുകളെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. താങ്ക്സ്.